അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാടുമായി UAE. ഇറാനെതിരായ സൈനിക നടപടികളോട് സഹകരിക്കില്ല എന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെ ആക്രമിക്കാൻ US ഗൾഫ് മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ വിഷയത്തിൽ നിലപാട് UAE വ്യക്തമാക്കുകയായിരുന്നു. സൈനിക നടപടിക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയോ കരപ്രദേശമോ ജലപാതയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരായ ആക്രമണത്തിന് എമിറേറ്റ്സ് ഒരു തരത്തിലുമുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു. നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള UAEയുടെ സമീപനത്തെ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യ ഒരാഴ്ച മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് UAEയും സമാന നിലപാടുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾ, രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുക, രാജ്യങ്ങളുടെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയാണ് മാർഗങ്ങളെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാനെതിരെ US സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് UAEയുടെ പ്രതികരണം എത്തുന്നത്. USന് മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസം ഇറാൻ രംഗത്തെത്തിയിരുന്നു. മധ്യ ടെഹ്റാനിൽ ഇൻകലാബ് ചത്തുരത്തിൽ ഉയർത്തിയ കൂറ്റൻ മ്യൂറൽ ബോർഡിലാണ് അമേരിക്കയിലേക്കുള്ള ഇറാന്റെ സന്ദേശം വന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന്റെ മേൽ തകർന്നു കിടക്കുന്ന യുദ്ധവിമാനങ്ങളും ചോരപ്പാടുകളുമാണ് ചിത്രത്തിൽ. സമുദ്രത്തിലാകെ രക്തം ചാലുകളായി ഒഴുകുന്നതും ചിത്രത്തിൽ കാണാം. അതിനൊപ്പം നിങ്ങൾ കാറ്റു വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുമെന്ന മുന്നറിയിപ്പും എഴുതി ചേർത്തിട്ടുണ്ട്. ഞായറാഴ്ചയാണ് USS എബ്രഹാം ലിങ്കണും മറ്റു യുദ്ധക്കപ്പലുകളും മധ്യപൂർവ്വ ദേശത്ത് എത്തിയത്. ഇവ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് ഇസ്രയേൽ മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള കപ്പൽ ഇസ്രയേൽ തീരത്തേക്കും നീങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടെഹ്റാൻ ലക്ഷ്യമാക്കി ധാരാളം കപ്പലുകൾ നീങ്ങുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് US ഇറാനെതിരെ നടപടികൾ കടുപ്പിച്ചത്. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും അട്ടിമറി നടപടികളും പിന്തുണയും ധനസഹായവും നൽകുന്നതിന് അമേരിക്കയും ഇസ്രയേലിനുമെതിരെ അന്താരാഷ്ട്ര വേദികളിൽ കേസ് ഫയൽ ചെയ്യാനിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇറാനിൽ നടക്കുന്ന അക്രമ കലാപങ്ങൾക്ക് പിന്നിലെ പ്രധാന ഏജന്റുമാരാണ് USഉം ഇസ്രയേലുമെന്നും ഇറാൻ പറഞ്ഞു. ഇറാന്റെ സുരക്ഷ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിൽ അമേരിക്കയും ഇസ്രയേലും പങ്കാളികളായെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. സമാധാനപരമായി രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങൾ വിദേശ പ്രേരണയാൽ കലാപങ്ങളിലേക്ക് നീങ്ങുകയും സംഘർഷഭരിതമാവുകയും ചെയ്തുവെന്നും ഇറാൻ പറഞ്ഞു. ഇസ്രയേൽ ഭരണകൂടവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരസ്യമായി പ്രോത്സാഹിപ്പിച്ച ആക്രമണത്തിൽ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വ്യാപക നഷ്ടമുണ്ടായെന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സാധാരണക്കാരടക്കം കൊല്ലപ്പെട്ടതുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കലാപകാരികൾക്കും തെരുവുകളിൽ പ്രവർത്തിക്കുന്ന സായുധ ഭീകരർക്കും ഇരു രാജ്യങ്ങളും ധനസഹായവും പരിശീലനവും മാധ്യമ പിന്തുണയും നൽകിക്കൊണ്ട് ചാര ഏജൻസികൾക്ക് നേരിട്ട് പങ്കാളികളായെന്നും ഇറാനിയൻ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും ആക്രമണം നടത്തി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൂഢാലോചനകൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച കുറ്റവാളികളാണെന്നും ആരോപണമുണ്ട്. സുരക്ഷാ സേനയെയും സാധാരണക്കാരെയും കൊലപ്പെടുത്തിയവരോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്നും അധികൃതർ അറിയിച്ചു. കലാപത്തിന്റെ ആസൂത്രകർ, പ്രകോപനക്കാർ, കുറ്റവാളികൾ എന്നിവരെ നിയമപരമായി ശിക്ഷിക്കുമെന്നും പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.